എപ്പോൾ പോലീസ് പിടിച്ചകത്താക്കുമോ ആവോ. എന്നിട്ട് ഞാനും കൂട്ടിന്. മാലതി, കുറെ ബുദ്ധിമുട്ടുകൾ സഹിക്കേണ്ടി വന്നാലും നമുക്കും മറ്റുള്ളവരൊപ്പം മാനമായി ജീവിക്കാൻ ശ്രമിച്ചുകൂടെ? മാലതി, മാലതി, ശരി ശരി, പൊയ്ക്കോ. എന്താ മല്ലി? ദയവ് ചെയ്തൊന്ന് പോകൂ. എന്റെ പഴുപ്പ് മുട്ടിക്കാതെ, എന്റെ മനസ്സിലിട്ട് കുഴയ്ക്കാതെ പോകാനാ പറഞ്ഞത്. എന്റെ ഡ്യൂട്ടി സമയം. ഇപ്പോൾ വന്ന് എന്തൊക്കെയോ തത്വങ്ങൾ സംസാരിക്കുന്നു. मालू, बेटा मालू, तुम कहाँ है? उधर है. बैठ जा. बारू 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 बारू. നിങ്ങൾ ഹോസ്പിറ്റലിലെ നഴ്സ് മാതിരിയാണ്. क्योंकि मेरा जैसा आते हो के सेवा करता है. എന്താണ് സേട്ട്, പണ്ടൊക്കെ മാസത്തിൽ ഒരിക്കലായിരുന്നു. ഇപ്പൊ കൂടെ കൂടി ഇങ്ങോട്ട് വരുന്നുണ്ടല്ലോ. വീട്ടിൽ പഴക്കാണ്. മാത്രമല്ല നമ്മളുടെ മനസ്സ് മതി. നമ്മൾക്ക് എന്താണ് ഒരു തെറ്റു? ഈ പല്ലു നമ്മൾക്ക് ഖേട. അതല്ലാതെ നമുക്ക് എന്താണ് ഒരു തെറ്റു? എന്നിട്ടും നമ്മളുടെ ബീവി വേറെ ആൾ കൂടെ ദോസ്തി കാണിക്കും. നമ്മളുടെ കയ്യിലെ പൈസ കൊണ്ട് ബീവി കൂടെ കാറിലെ ആരാംസെ പോകാം. ഇപ്പോ ഒറ്റയ്ക്ക് ആട്ടോയിൽ പോകുന്നു. നമ്മളുടെ മനസ്സും പൊട്ടിപ്പോയി. പേരും ആട്ടോ അമൃതലാലും ആയി. മാലു, സേട്ട്, ഞാനിപ്പോ വരാം. मालू तू जल्दी आओ ना. ഹലോ, നമ്മളുടെ കയ്യിലെ കാശിന് നിൻ പോലെ 10 ലക്ഷം ഏകപത്നിപ്പെട്ട മതിയാ. അതുപോലെ ഏകവേശ്യാവുള്ള മാലു, മാലു, നീ നമ്മളുടെ ഭാര്യയേക്കാൾ നല്ലതാണ്. ക്യോങ്കി നമ്മളുടെ മാർമേലെ കിടന്നു നീ നമ്മളെ ഓർക്കും. ലേക്കിൻ നമ്മളുടെ ഭാര്യ നമ്മളുടെ മാർമേലെ കിടന്നു വേറെ ആളെ ഓർക്കും.
വല്ല കള്ള ചാരായം ആണെങ്കിൽ പിന്നെ സഹിക്കാം. പോകാൻ മാത്രം വന്നതാണോ? അതെ. ഒരിടത്തി തരാനായി മാത്രമാണ് ഞാനിപ്പോ വന്നതെന്ന് പറഞ്ഞാൽ അത് കള്ളമാണ്. പിന്നെ വന്നത് പൊടിപ്രശ്നത്തിനല്ല, ജീവിത പ്രശ്നത്തിനാണ്. ഇന്നലെ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ കാര്യമായി ആലോചിച്ചു നോക്കി. നമ്മുടെ രണ്ടുപേരുടെയും ജീവിതം കറപുരണ്ടതാണ്. എന്തുകൊണ്ട് നമുക്കൊരു പുതിയ ജീവിതം തുടങ്ങിക്കൂടാ എന്ന് തോന്നി. എനിക്ക് നിങ്ങളും നിങ്ങൾക്ക് ഞാനും കൂട്ടായിട്ട്. പക്ഷേ ഒന്നുകൂടി ശരിക്കാലോചിച്ച് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. മീൻ കച്ചവടക്കാരുടെ മടിയിലുള്ള രൂപനോട്ട് കണ്ടിട്ടുണ്ടോ? അഴുക്കം പിടിച്ച് അരികെല്ലാം മടങ്ങി മടക്കെല്ലാം കീറി നാറ്റവുമായി. അതുപോലത്തോളാണ് ഞാൻ. നല്ലതുപോലെ ആലോചിച്ച് നോക്ക്. നോട്ട് അഴുക്കാണെങ്കിലും അല്പം കീറിയതാണെങ്കിലും അതിന്റെ വില കുറയുന്നില്ല. ആട്ടെ, നിനക്ക് എവിടുന്ന പെട്ടെന്ന് ഈ ഭൂതോദയം ഉണ്ടായത്? ബോധ്യമരത്തിന്റെ അടിയിലിരുന്നപ്പോഴല്ല, മറ്റൊരുത്തന്റെ മാറി ചാരിക്കിടന്നപ്പോഴാണ്. പൊടി വലിച്ചത് ഞാനല്ലേ? അല്ലേലും ആണുങ്ങൾ ചെയ്യുന്ന തെറ്റിന് ശിക്ഷ അനുഭവിക്കേണ്ട ഞങ്ങൾ സ്ത്രീകളല്ലേ? ഏയ്, മാലതി, പുതിയ ജീവിതം തുടങ്ങിയതിന്റെ എന്തെങ്കിലും ലക്ഷണങ്ങളൊക്കെ ഉണ്ടോ? എവിടെ? ഇവിടെ. അയ്യോ, 1/2 കിലോ കുറഞ്ഞല്ലോ. ആ, അത് മാത്രമല്ല, പൊടി സായത്തിന്റെ ലക്ഷണം കൂടിയുണ്ട്. ഇങ്ങനെയൊക്കെ നടന്നാല് എല്ലാരും സാറേന്ന് വിളിക്കും, പിന്നെ നിങ്ങൾ ജോലിയും കിട്ടും. പിന്നെ ഒരു കാര്യം, ഇനി അടിതടയൊക്കെ നിർത്തണം കേട്ടോ. ആ, നോക്കാം. ഇതെന്താ എഴുതിയിരിക്കുന്നത്? വീണ്ടും വരികയെന്നാണ്. ഇത് കണ്ണാടിയിൽ എഴുതാൻ സ്ഥലം കിട്ടിയതാ? ഇവിടെ വരുന്നവരെല്ലാം പോകുമ്പം ഈ കണ്ണാടി നോക്കി തല ചെയ്യും. അപ്പൊ ഇത് വാങ്ങിക്കുമല്ലോ, അതിനു വേണ്ടിയാ. ആ, ആദ്യം തൂത്തുകളാം.